NCP അധ്യക്ഷൻ ശരത് പവാറും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും തമ്മിൽ നടത്തിയ അപ്രതീക്ഷിത കൂടിക്കാഴ്ച സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഊഹാപോഹങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ഈ യോഗമെന്നതാണ് ശ്രദ്ധേയം. ബുധനാഴ്ച വിധാൻ ഭവനിൽ നടന്ന ഈ അപ്രതീക്ഷിത നീക്കം ഭരണ പ്രതിപക്ഷ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായെങ്കിലും ഇത് തികച്ചും യാദൃച്ഛികം മാത്രമാണെന്നും ഇതിന് രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്നും ഇരുവിഭാഗവും വ്യക്തമാക്കി. പ്രതിപക്ഷ MLA മാറിയിരിക്കുന്ന മുറിയിലേക്ക് ഏറെ ദൂരം നടന്നെത്താനുള്ള ശരത് പവാറിന്റെ ശാരീരിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഷിൻഡെയുടെ ഓഫീസ് കൂടിക്കാഴ്ചയ്ക്കായി തെരഞ്ഞെടുത്തത് എന്ന് NCP നേതാവ് ജയന്ത് പാട്ടീൽ വിശദീകരിച്ചു. വിധാൻ ഭവന്റെ എക്സിറ്റ് അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് പവാറിന് നടക്കാനുള്ള ദൂരം കുറയ്ക്കാൻ ഈ ഓഫീസ് തെരഞ്ഞെടുത്തത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പവാർ എത്തുമ്പോൾ ഏകനാഥ് ഷിൻഡെ ഓഫീസിലുണ്ടായിരുന്നില്ലെന്നും പിന്നീട് വിവരമറിഞ്ഞ് അദ്ദേഹം എത്തുകയായിരുന്നുവെന്നും പാട്ടീൽ കൂട്ടിച്ചേർത്തു. ശരത് പവാർ എത്തിയ വിവരമറിഞ്ഞ് ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ക്യാബിനറ്റ് യോഗം താൽക്കാലികമായി നിർത്തിവെച്ചാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത്. മഹാരാഷ്ട്ര കർണാടക അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നത അധികാര സമിതി യോഗത്തിൽ പങ്കെടുക്കാനാണ് ശരത് പവാർ നിയമസഭാ സമുച്ചയത്തിലെത്തിയത്. യോഗത്തിനു ശേഷം ഷിൻഡെയുടെ ഓഫീസിൽ വിശ്രമിച്ച പവാറിനെ ഷിൻഡെ നേരിട്ടെത്തി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ഇതൊരു മര്യാദയുടെ ഭാഗമായുള്ള സന്ദർശനം മാത്രമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കി. ഇരു നേതാക്കളും ഏകദേശം 15 മിനിറ്റോളം അടച്ചിട്ട മുറിയിൽ സംസാരിച്ചു. ഇതിനുശേഷമാണ് ഷിൻഡെ ക്യാബിനറ്റ് യോഗത്തിലേക്ക് മടങ്ങിയത്. പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി വലിയ ആഭ്യന്തര പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ഈ കൂടിക്കാഴ്ച. ഉദ്ധവ് താക്കറെ പക്ഷത്തു നിന്നും NCPയിൽ നിന്നും നേതാക്കൾ NDA ചേരിയിലേക്ക് മാറുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ നീക്കം. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ശരത് പവാർ NDA സഖ്യത്തിൽ ചേരുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ ഇത്തരം വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ ശശികാന്ത് ഷിൻഡെ പറഞ്ഞു. NDAയിൽ ചേരുന്നതിനെക്കുറിച്ചോ മറ്റൊരു പാർട്ടിയുമായുള്ള ലയനത്തെക്കുറിച്ചോ ഉള്ള റിപ്പോർട്ടുകൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു. മഹാരാഷ്ട്ര നിയമസഭാ സമ്മേളനം പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ നടന്ന ഈ കൂടിക്കാഴ്ചയെ രാഷ്ട്രീയ മര്യാദയുടെയും പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഷിൻഡെ പക്ഷത്തെ മന്ത്രി ഉദയ് സാമന്തും വിശേഷിപ്പിച്ചത്. എന്തായാലും ഈ സംഭവം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. NCP അധ്യക്ഷൻ ശരത് പവാറും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും തമ്മിൽ നടത്തിയ അപ്രതീക്ഷിത കൂടിക്കാഴ്ച സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഊഹാപോഹങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് പവാറിന്റെ ഈ നീക്കത്തെ ശക്തമായി വിമർശിച്ചു. പാർട്ടികളെ പിളർത്താൻ കാരണക്കാരായവർക്ക് ഇത്തരം കൂടിക്കാഴ്ചകളിലൂടെ രാഷ്ട്രീയമായ അംഗീകാരം നൽകരുതേ എന്നായിരുന്നു റാവുത്തിന്റെ നിലപാട്. പ്രതിപക്ഷ സഖ്യത്തിനുള്ളിൽ അസ്വാരസ്യങ്ങളുണ്ടെന്ന അഭ്യൂഹങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളും തള്ളിക്കളയുന്നില്ല. എങ്കിലും BJPക്കെതിരെ പോരാടുന്ന എല്ലാ ശക്തികളും ഒരുമിച്ച് നിൽക്കണമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയത്. ഭരണപക്ഷത്തെ പ്രധാന തന്ത്രജ്ഞനായ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ കാണാതെ ഷിൻഡെയെ മാത്രം പവാർ സന്ദർശിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഉദ്ധവ് താക്കറെ പക്ഷത്തു നിന്നും 6 MPമാർ അടുത്തിടെ ഷിൻഡെ പക്ഷത്തേക്ക് മാറിയിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും മുതിർന്ന നേതാവായ ശരത് പവാർ ഭരണപക്ഷത്തെ പ്രമുഖനുമായി കൂടിക്കാഴ്ച നടത്തിയത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഭരണപക്ഷമായ മഹാരാഷ്ട്ര ഡെമോക്രാറ്റിക് അലയൻസും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയും തമ്മിലുള്ള വടംവലി ശക്തമായതോടെ പുതിയ ചില സഖ്യസാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിട്ടുണ്ട്. ശരത് പവാറിന്റെ പാർട്ടിയായ NCP നേതാവ് ജയന്ത് പാട്ടീലും BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡയും തമ്മിൽ ഒരു സഖ്യത്തിന്റെ രഹസ്യ ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ സുഗമമാക്കുന്നതിന് കേന്ദ്രത്തിൽ പവാറിന്റെ പാർട്ടിയുടെ പിന്തുണ ഉറപ്പാക്കാൻ BJPക്ക് താൽപര്യമുണ്ടെന്നാണ് സൂചനകൾ. എന്നാൽ ഈ റിപ്പോർട്ടുകൾ NCP പൂർണ്ണമായും നിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മഹായുതി സഖ്യത്തിലേക്ക് പുതിയ പാർട്ടികളെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. BJPയുമായി ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ തന്നെ കോൺഗ്രസുമായി NCP ലയിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും ശരത് പവാർ സമാന്തരമായി ആലോചിക്കുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സംസാരം. ശിവസേന തലവൻ ഉദ്ധവ് താക്കറെയുടെ ചേരിയിൽ നിന്നുള്ള 6 ലോക്സഭാ MPമാർ അടുത്തിടെ ഏകനാഥ് ഷിൻഡെയുടെ മഹായുതി സഖ്യത്തിലേക്ക് മാറിയത് ഭരണപക്ഷത്തിന് വലിയ കരുത്തായിട്ടുണ്ട്. കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്ക് ഉദ്ധവ് പക്ഷത്തെ സച്ചിൻ അഹിർ ഭരണപക്ഷമായ മഹായുതിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് പ്രതിപക്ഷ സഖ്യത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മുൻപ് പാർട്ടി പിളർത്തി ഭരണപക്ഷത്തേക്ക് പോയ അജിത് പവാറിന്റെ വിഭാഗം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വീണ്ടും ശരത് പവാറുമായി ഒത്തുതീർപ്പിലെത്താനും 2 NCP ഗ്രൂപ്പുകളും ഒന്നാകാനുമുള്ള സാധ്യതകളും അണിയറയിൽ സജീവമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.